അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മളത് ഈ വഴുതനങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഒരു എന്താ പറയുന്നത് ഒരു 4 മണി പലഹാരമെന്നോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിന്റെ പുറത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഉരയ്ക്കുന്ന സുനയിൽ വെച്ചിട്ട് ഇത് രണ്ടും ഒന്ന് ഉരച്ച് ഗ്രേറ്റ് ചെയ്തിടുക. അപ്പൊ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് വെള്ളത്തിൽ തന്നെ ഇടണേ, അല്ലെങ്കിൽ കറുത്തു പോകും. നമ്മൾ എല്ലാം റെഡി ആക്കി വരുമ്പോഴത്തേനും ഈ രണ്ട് സാധനത്തിന്റെ അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. ഈ തൊലിയുടെ കളർ തന്നെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇടുക, ഒരു നുള്ളു ഉപ്പിടുക, എന്നിട്ട് ബാക്കി പരിപാടി വേണം. അപ്പൊ നമ്മളത് വഴുതനങ്ങയും നമ്മുടെ ഉരുളക്കിഴങ്ങും മറ്റേ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വഴുതനങ്ങയുടെ അകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി, വലിയ ഒത്തിരി കൂടുതലൊന്നും ഇല്ല, ഒരു നുള്ളു ഉപ്പ് ഇട്ട് എന്നിട്ട് വെച്ചിരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഇടുക, നന്നായിട്ട് അത് പിഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആ വലിയ വഴുതനങ്ങയില്ലേ, അത് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഇതൊന്ന് നമ്മളിങ്ങനെ ഉരുട്ടി റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും കൂടെ അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി അങ്ങോട്ട് എടുക്കുക. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് എടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഉണ്ടല്ലോ എല്ലാ സാധനവും നമ്മളിവിടെ വെള്ളമൊക്കെ എന്താ പറയുക ഞെക്കി പിഴിഞ്ഞ് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ അതിന്മാർക്ക് ഇച്ചിരി കൂട്ടിന് കുറച്ച് സാധനങ്ങളും കൂടെ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ തക്കാളി, ഒരു തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളത് കടകടാന്ന് ചെറുതായിട്ട് അരിഞ്ഞ സാധനമാണ്. പിന്നെ പച്ചമുളക്, ഇത് അത്യാവശ്യം നല്ല എരിയുള്ളതാണ്. ഒരു 2 പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മൾ മല്ലിയിലയാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം കറിവേപ്പില വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കുക, കഴിക്കാത്തവര് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. സ്ഥിരം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. കൂട്ടത്തില് നമ്മൾ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ചെറിയ കോഴിമുട്ടയാണ് 2 എടുക്കുക. ചെറുത് വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. പിന്നെ നാടൻ കോഴിമുട്ട കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ടേസ്റ്റ്. നമുക്കിവിടെ നാടൻ കിട്ടാൻ വലിയ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 4 എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ എല്ലാത്തിനും കൂടെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നൊരു പൊടി എന്ന് വെച്ചാൽ നമ്മുടെ മൈദയാണ്. അപ്പൊ മൈദയുടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇളക്കി അതിന്റെ ഒരു അളവുണ്ടല്ലോ. അതായത് നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ വഴുതനങ്ങയ്ക്കകത്തും ഉരുളക്കിഴങ്ങിനകത്തും അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ എന്താ പറയുന്നത് നല്ല ഒരു ഇതിൽ കിട്ടണം. ആ പരുവത്തിൽ വേണം നമുക്ക് പൊടിയിട്ട് കൊടുക്കാനായിട്ട്. കുറേശ്ശെ മൈദ ഇടുക, ഇളക്കുക. അപ്പൊ അതേ നമ്മുടെ സാധനം നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ചീനച്ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് എണ്ണ, നമ്മുടെ എന്താ പറയുക കുക്കിംഗ് ഓയിലേ. അപ്പൊ നമ്മള് ഇതിന്റെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു വലിയ കട്ടിയല്ല, എന്നാൽ ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് എന്താ പറയുക, ഇനി നമുക്ക് തീ ഒന്ന് വേണം ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച്. ഇപ്പൊ എണ്ണ നല്ല ചൂടായിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് ഒത്തിരി ചൂട് വേണ്ട. ചൂടില്ലാതെ നമുക്ക് നല്ല എണ്ണ നല്ല ചൂടായത് കൊണ്ട് ഇപ്പൊ ഇനി നമുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് റെഡിയാക്കി. നമ്മുടെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുക എങ്ങനെ വേണം ചെയ്യാം. ഇപ്പൊ നമുക്ക് 4 എണ്ണ ഇടാനുള്ള സ്ഥലമേ ഉള്ളതുകൊണ്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേർപെടുത്തി കൊടുക്കുക. വേർപെടുത്തി കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതിനൊന്ന് ഇതാക്കല്ലേ, ഇളക്കല്ലേ. ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ഇളക്കുന്ന സാധനത്തിൽ അതെല്ലാം പറ്റി പിടിക്കും. അപ്പോൾ അതേ നമ്മളുണ്ടല്ലോ തിരിച്ച് മറിച്ച് വിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി നമുക്കിതിൻ്റെ എണ്ണയൊന്ന് വാർന്നു പോകാനായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലിട്ട് വെക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിവട പോലൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇട്ട് ഇതിൻ്റെ എണ്ണയൊന്ന് വാർന്നു പോകട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ആർക്ക് വേണേലും ഇഷ്ടപ്പെടും. നമുക്ക് ചായയുടെ കൂടെ വേണേലും ഒരു കടിയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഒന്ന് കടിച്ചു നോക്കി. ഇതേ അടിപൊളി സംഭവം കേട്ടോ. ഇഷ്ടം ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്, പക്ഷെ നല്ല മൊരുമൊരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻ്റായിട്ട് എഴുതുക. കമൻറ്റ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പം അടുത്തൊരു അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.